സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ വണ്ടീൻ്റെ വൈപ്പർ ഒന്ന് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത് എങ്ങനെ ശരിയാക്കാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ ശ്രമിക്കുന്നത്. നന്നാക്കിയാൽ ഓക്കെ. അപ്പോൾ ഈ വൈഫർ ഉണ്ടോ, ഈ വൈഫർ വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് വർക്ക് ചെയ്യുന്നില്ല. നോക്കിക്കോ, ഒന്ന് വർക്ക് ചെയ്യുന്നു, ഒന്ന് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ എന്ത് പ്രശ്നം എന്ന് നോക്കാനാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ആദ്യം വണ്ടീൻ്റെ ബോണറ്റ് തുറക്കുക. അങ്ങനെ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മളെ വൈഫറിൻ്റെ അത് ഈ ക്യാപ്പ് ഉണ്ടല്ലോ, അത് അടുത്ത ഉണ്ടാ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. കുറേ ആയില്ലേ, 10-14 കൊല്ലമായി വണ്ടി. ഇതും ഇനി ക്യാപ്പ് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ കുറച്ച് തുരുമ്പിച്ചിട്ടുണ്ട്. ഇത് നേരെ നല്ല ക്ലിയറിലുണ്ട്, നേരെ ഉണ്ട്. എന്നിട്ട് ഇത് 14-ൻ്റെ സ്പാൻഡറാണ് വേണ്ടത്. 14-ൻ്റെ സ്പാൻഡറിൽ നല്ല ശരിക്കും അയച്ചെടുക്കാം. ഓക്കെ, പിന്നെ അതിന് ശേഷം ഇത് ഈ ബോഡി കവറും അയച്ചെടുക്കണം. മനസ്സിലായോ? ഈ ബോഡി അയച്ചെടുക്കണം, കവർ അയച്ചെടുക്കണം, ഇതിൻ്റെ ഇത് അയച്ചെടുക്കണം. ആദ്യം തന്നെ ശ്രദ്ധിക്കണം കേട്ടോ, അയക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പൊസിഷനെല്ലാം കറക്റ്റ് നോക്കണം. ഇത് പാസഞ്ചർ PA എന്നുണ്ടാവും, പിന്നെ ഇത് ഡ്രൈവർ. അപ്പോൾ കറക്റ്റ് നോക്കി, ഇത് ഡ്രൈവർ, ഇത് പാസഞ്ചർ. DR എന്ന് എഴുതിയിട്ടുണ്ട്, പാസഞ്ചർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് കഴിച്ചെടുത്തിട്ടുണ്ട്. നേരെ വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇത് എടുത്തിട്ടുണ്ട്. ഇതെടുക്കാം. ഇതെല്ലാം പുതിയതുപോലെ ഉണ്ട്. റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ഈ സാധനം ഊരണം. നമ്മളെ പൈപ്പ് ഇങ്ങനെ വലിച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ ഇതിന് അതിനുശേഷം ഇത് ഈ സാധനം ഉണ്ടല്ലോ, ഈ ലോക്ക് അളക്കണം. 4 ലോക്ക് ഉണ്ട്. ഇവിടെ 1 2 3 4, ഈ 4 എണ്ണം. ഇത് എളുപ്പത്തിൽ ഈ താഴെ ഇങ്ങനെ അമർത്തിയെങ്കിൽ ഈ സാധനം മേലോട്ടേക്ക് വരും. എളുപ്പത്തിൽ ജസ്റ്റ് വേറിലൂടെ ഒരു അമർത്തുക. അപ്പോൾ ഇത് വന്നു റെഡി. അപ്പോൾ ഇത് 4ഉം എടുത്ത് കഴിഞ്ഞ് നല്ല ഇത് പൊക്കി എടുത്താൽ മതി. ഇങ്ങനെ പൊക്കി എടുത്താൽ നമുക്ക് റെഡിയായി. ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വേണ്ട ഫുള്ള് ഇടെല്ലാം ദ്രവിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്, ചെറിയ മെറ്റലാണ്. 10-15 കൊല്ലമായി ഇത്. ഞാൻ പ്രശ്നം മതിരിവിടെ ഇത് അള്ളിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ സാധനം അള്ളിയിട്ടുണ്ട്. ഈ നമുക്ക് നന്നാക്കേണ്ട എടുക്കാം.
ഇത് കുറച്ച് ടൈറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ സാധനം. ഇവിടുന്ന് ഇത് അളിയിട്ടുണ്ട്. എന്താ ഇത് അയച്ചിട്ട് എടുക്കേണ്ടി വരും സാധനം. മോട്ടർ അയച്ചിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കേണ്ടി വരും. ഇവിടുന്ന് ഈ 2 ഇതെടുക്കണം, 2 ബോൾട്ട് അയക്കണം. അപ്പം ഇത് അങ്ങനെ വരും അങ്ങോട്ടേക്ക്. ഇനിയിപ്പോൾ ഇത് അയക്കണം, ഇത് അയക്കണം, അല്ലെങ്കിൽ ഈ സെറ്റ് വരും. ഈ സെറ്റിന് ഭയങ്കര പൈസയാണ് കാണിക്കുന്നത്. ഇത് 4000 രൂപ 3000 രൂപ കാണിക്കുന്നുണ്ട് ഈ സാധനത്തിന്. ഈ ലീവറിന്, മോട്ടറിനല്ല, ഈ സാധനത്തിന് ഭയങ്കര പൈസ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഓക്കെ, അത് അയക്കാം നമുക്ക്. ഇനി 10-11 സ്പാൻഡറാണ് വേണ്ടത് കേട്ടോ. 10-11 സ്പാൻഡർ, റിങ്, ബെറ്റർ. ഓക്കെ, അപ്പോൾ അത് ഇനി ഇതും കൂടി അയക്കണം. നിങ്ങളെ റിസ്കിൽ മാത്രം ചെയ്യുക പണി കേട്ടാ. ബാക്കിയൊന്നും ഇതല്ല, നിങ്ങളെ റിസ്കിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ചെയ്യുക. കുറച്ച് മെക്കാനിക്കൽ ബുദ്ധി വേണമെന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. നമുക്ക് തന്നെ മാറ്റാം. ഇത് ഈ ഗ്യാരേജിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. ചെറിയൊരു മെക്കാനിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ മതി. അപ്പോൾ അത് 2 ബോൾട്ട് കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാണ് ഈ കണക്ഷന് ഉരുണ്ട. ഈ കണക്ഷന് ഉരുണ്ടെങ്കിൽ ഇതവിടെ ചെറിയൊരു പ്രസ് ചെയ്യുക, ഈ സൈഡ് പ്രസ് ചെയ്യുക, എന്നിട്ട് ചെറുങ്ങനെ ഒന്ന് വലിക്കുക. കഴിഞ്ഞ് ഇത് ഈ മോട്ടർ എടുക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ടേക്ക് വലതുവശത്തേക്ക് എടുക്കുക, മെല്ലെ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിക്കണം, എല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അത്ര തന്നെ. അതാ അപ്പം ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ സാധനം ഇതിൻ്റെ ഇവിടുന്ന് അഴുകിപ്പോയി, അതാണ് ഇതിൻ്റെ പ്രശ്നം വന്നത്. കേട്ടോ, ഇതാണ്. ഓക്കെ, അപ്പോൾ ഉള്ളിലേക്കൊന്ന് കുറച്ച് ഗ്രീസ് ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല സെറ്റാക്കിയിട്ട് വെക്കാം. ഇത് പൊളിഞ്ഞിട്ടില്ല, ഞാൻ വെച്ചാൽ പൊളിഞ്ഞിട്ടുണ്ടാവുന്നതാണ്, അതാണ് അയച്ചത്, പൊളിഞ്ഞിട്ട്. അതുകൊണ്ട് ലേശം ഇതിലേക്ക് ഗ്രീസ് ഇട്ടാൽ ഇതിൻ്റെ പണി നമുക്ക് എളുപ്പത്തിലാവും. ഇല്ലെങ്കിൽ ഇത് സെറ്റ് വാങ്ങണമെങ്കിലല്ല, ഈ സാധനം ഈ സെറ്റ് ഫുള്ള് വാങ്ങണമെങ്കിൽ നല്ല പൈസയുണ്ട്. ഇത് മാത്രം കിട്ടുമോയെന്ന് അറിയില്ല, ഇത് മാത്രം കിട്ടിയില്ല ഈ സാധനം. അങ്ങനെയാണ് ഇതിൻ്റെ കഥ. ഗ്രീസ് ഉണ്ട്, ഗ്രീസ് എടുക്കാം. നല്ല ഒറിജിനൽ ഗ്രീസ് നല്ലത് കേട്ടോ. ഗ്രീസ് ഉണ്ട്, ഗ്രീസ് സെറ്റാക്കാം. എത്ര സക്സസ് ആവും അറിയില്ല. സക്സസ് ആയില്ലെങ്കിൽ നെക്സ്റ്റ് പ്രാവശ്യം എന്താ ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ പൊട്ടിയെന്ന് തോന്നുന്നു. നെക്സ്റ്റ് പ്രാവശ്യം ഇത് ഇന്ന് ഹോൾസ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പം തൽക്കാലം ഇത് ഇങ്ങനെ സെറ്റാക്കാം, നോക്കാം. ഗ്രീസ് തൊടാത്ത കൈ വൃത്തി വരേണ്ട ആവശ്യമാണ്. ഒന്നുമല്ല. എല്ലാം ഒന്ന് വൃത്തിയാക്കാം നമുക്ക്. ഏതായാലും എടുത്തില്ല.
തൽക്കാലം ഇത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഫിറ്റാക്കിട്ടായിട്ട് നമുക്ക് വൈപ്പർ ഓണാക്കി നോക്കാം. ഓക്കെ, ഫിറ്റാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഫിറ്റാക്കുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇവിടെ ലോക്ക്, ഇത് ഈ ലോക്ക് കറക്റ്റ് ശ്രദ്ധിക്കണം. ഇത് റെഡിയായി, ഇത് റെഡിയായി. ഓക്കെ, പിന്നെ ഈ കണക്ഷന് ഇവിടെ ഇങ്ങനെയാണ്. അതിലൊന്ന് ക്ലീനിങ് ചെയ്തിട്ട് വെക്കാം. ലൈറ്റ് ചെയ്യും. Dicobain masak. അപ്പോൾ ഇത് റെഡി, ലോക്കായി. Usahanya. ഇത് നേരെ ഫസ്റ്റ് ഇടാം ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഇടാം. എന്നിട്ട് ഇതിനെ നേരെ അമർത്തി അത് ലോക്കായി. റെഡി തന്നെയാണ് എല്ലാം. നമ്മളെ വൈപ്പറിൻ്റെ ഷാമ്പു പൈപ്പ് കണക്ഷൻ കൊടുക്കാം. അത് കൊടുത്തു. നേരെ നമ്മളിത് അടുക്കാം. ഓഫ് ചെയ്യാം. തന്നെ നമ്മളെ ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആക്കണം. അത് കറക്റ്റ് പൊസിഷൻ അവിടെ ഫിക്സ് ആക്കാം. അതേപോലെ നമ്മുടെ ഡ്രൈവർ വൈപ്പറും കറക്റ്റ് പൊസിഷൻ. അതാണ് കറക്റ്റ് പൊസിഷൻ. കറക്റ്റ് പൊസിഷനിൽ ഫിക്സ് ചെയ്ത് നമ്മൾ നെറ്റിടാം. കഴിഞ്ഞു അങ്ങനെ.
അറിയാം നോർമല് ടൈറ്റ് ചെയ്യാം, കൂടുതൽ ടൈറ്റ് ചെയ്യണ്ട. ഓക്കെ മതി. ആദ്യം എടുത്ത 2 കവറ് ക്ലോസ് ചെയ്യാം. ഓക്കെ ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ അതേ വെള്ളം അപ്പോൾ സംഗതി സക്സസ് കാണാം.